ഹരി ഓം. കൽക്കിരൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും രാമായണ സന്ദേശത്തിലേക്ക് സ്വാഗതം. ഇന്ന് രാമായണ സന്ദേശത്തിന്റെ 18ാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അധ്യായം 2 അയോധ്യാകാന്ഡത്തിലെ ലക്ഷ്മണോപദേശം എന്ന ഭാഗത്ത് നിന്നും എടുത്തിട്ടുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ശ്ലോകം എന്താണെന്ന് നോക്കാം. പുത്രമിത്രാർത്ഥകളത്രാദി സംഘം എത്രയും അല്പകാലസ്ഥിതമോർക്കനി പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാം ഒഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം. നമ്മുടെ ജീവിതം ക്ഷണഭങ്കുരമാണ്. ഒന്നും കണ്ട് നമ്മൾ അഹങ്കരിക്കുക, ഒന്നിനെ കുറിച്ചും ആദ്യ പിടിക്കുക, വിഷമിക്കുക ഒന്നും ചെയ്യരുതെന്നുള്ളതാണ് ഈ ഒരു ശ്ലോകത്തിന്റെ സന്ദേശം. ഇവിടെ ലക്ഷ്മണന് കൈകേയി മാതാവാണ് ശ്രീരാമചന്ദ്രൻ 14 വർഷം കാനനവാസത്തിനും കാരണക്കാരിയായതും അതുപോലെ ശ്രീരാമചന്ദ്രൻ അർഹതപ്പെട്ട സിംഹാസനം ഭരതന് തട്ടി എടുത്തു കൊടുത്തതൊക്കെ കൈകേയി മാധവാണെന്നുള്ള വിചാരത്തിൽ ലക്ഷ്മണനാകെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. അപ്പൊ ലക്ഷ്മണൻ ഉപദേശിച്ച് നേരെയാക്കുന്ന ഭാഗമാണിത്. അപ്പൊ ഭഗവാൻ 4 ഉദാഹരണങ്ങളാണ് പറയുന്നത് നമ്മുടെ ജീവിതം അസ്ഥിരമാണെന്നുള്ളത്. ഒന്നാമത്തേന്ന് പറയുന്നത് പുത്രമിത്രാർത്ഥ കളത്താരി സംഘം, അതായത് പുത്രന്മാര്, നമ്മൾ മക്കളെ കണ്ട് മാമ്പൂ കണ്ടും നമ്മൾ അഹങ്കരിക്കുക എന്ന് പറയുമ്പോൾ പുത്രന്മാര്, അതുപോലെ മിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ബന്ധുജനങ്ങളെ, അർത്ഥം എന്ന് പറഞ്ഞാൽ ധനം, കളത്രം എന്ന് പറഞ്ഞാൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, ഇതൊക്കെ എപ്പോഴും നമുക്ക് നഷ്ടപ്പെടാൻ കാര്യമാണ്. ഇപ്പൊ ഭാര്യ പെട്ടെന്ന് മരിച്ചു പോകാം, ഭർത്താവ് മരിച്ചു പോകാം. അർത്ഥം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പൈസ ഉണ്ടാകാം, പെട്ടെന്നൊരു അസുഖം വന്നു, അത് ഹോസ്പിറ്റലിൽ പോയി ബില്ലടച്ച് അങ്ങനെയായി കടം കയറി, അല്ലെങ്കിൽ ഉള്ളത് ഇല്ലാതായിപ്പോയി, ബിസിനസ് തുടങ്ങി എല്ലാം പൊളിഞ്ഞു പോയി, അങ്ങനെ ഏത് രീതിയിലും നമുക്കുള്ളതൊക്കെ എപ്പോ വേണേലും നഷ്ടപ്പെടും. അതുകൊണ്ട് ഇതൊന്നും സ്ഥിരമല്ല. അടുത്ത പറയുന്ന പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരുമ്പോൾ, പണ്ട് കാലത്ത് ആളുകൾ ദൂര സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്നത് ഇന്നത്തെ പോലെ വാഹന സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നടന്നായിരുന്നു, കാൽനടയായിട്ട് പോകും. രാത്രിയാകുമ്പോൾ അവര് ക്ഷീണിക്കും. അപ്പോൾ കിടന്ന് ഉറങ്ങാൻ വേണ്ടി രാജാക്കന്മാരൊക്കെ സത്രങ്ങളും ഈ പെരുവഴി അമ്പലങ്ങളൊക്കെ പണിതിട്ടുണ്ടാവും. അവിടെ പല സ്ഥലത്തുനിന്ന് വന്ന ആൾക്കാർ ഒന്നിച്ചിരിക്കുകയും അവർ കാര്യം പറയുകയും അവർ കഞ്ഞി വെച്ച് കുടിക്കുകയും ഒക്കെ ചെയ്തിട്ട് രാത്രി മുഴുവൻ ചെലവഴിച്ച് പിറ്റേ ദിവസം പല വഴിക്കായിട്ട് പിരിഞ്ഞു പോകും. ഇതാണ് ഇന്നത്തെ ഏത് കാലത്ത് സംഭവിക്കുക. ഇതൊക്കെ നമ്മൾ തന്നെ സ്കൂളുകളിൽ പഠിക്കുന്ന വളരെ സന്തോഷമായിട്ട് 10ാം ക്ലാസ് വരെ പഠിക്കുക. അത് കഴിയുമ്പോൾ എല്ലാവരും പല വഴിക്ക് പിരിഞ്ഞു പോകും. അങ്ങനെ എല്ലാം ആരും ഒരിടത്ത് സ്ഥിരമായിട്ട് നിൽക്കത്തില്ല. പിന്നെ നദ്യാം ഒഴുകുന്ന കഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഘം, നമ്മുടെ വീടുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഈ വഴിയില്, അതായത് നദിയിൽ കൂടി ഈ മഴക്കാലത്തും ഒക്കെ വെള്ളപ്പൊക്കത്തിലൊക്കെ ഈ തടിക്കഷ്ണങ്ങൾ, കാഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ തടിക്കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ ഒഴുകി വരും. അത് അവിടെ ഒന്നും കിടക്കത്തില്ല. ചിലപ്പോൾ പലപ്പോഴും അങ്ങനെ 1-2 തടഞ്ഞു കിടന്നു വരും, എന്നാലും അത് ഒഴുകി അങ്ങ് പോകും. അതൊന്നും സ്ഥിരമായിട്ടിരിക്കുന്നല്ല. പിന്നെ പറയുന്നത് ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക്. ലക്ഷ്മി എന്ന് പറഞ്ഞാൽ എന്നും ധനം, നമ്മൾക്ക് ഐശ്വര്യം, ജീവിതകാലം മൊത്തം ഒരാൾക്ക് ഐശ്വര്യം ഉണ്ടാവണമെന്നില്ല. അപ്പൊ ലക്ഷ്മിയും അസ്ഥിരമാണ്, അതും സ്ഥിരമല്ല. നിൽക്കുമോ യൗവനവും പുനരധ്രുവം. പിന്നെ നമ്മുടെ യൗവനവും എത്ര കാലം വരെ നമുക്ക് യൗവനം നിൽക്കും? ഇന്നത്തെ കാലത്ത് കുറെ ആൾക്കാർക്ക് യൗവനം കൂടുതൽ കിട്ടുന്നുണ്ട്. ഇന്നത്തെ ഒരു ജീവിത സാഹചര്യം കൊണ്ട് യൗവനം നീട്ടി കിട്ടുന്നുണ്ട് കുറെ കാലം. പണ്ടൊക്കെ 40-50 വയസ്സാകുമ്പോൾ ആൾക്കാർ വയസ്സാകുമാർ, ഇന്ന് 60-70 ചെറുപ്പക്കാരായിട്ടിരിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ അത് മറ്റൊരു കാര്യം. എന്നാലും ഇതിനൊരു അവസാനം ഉണ്ടല്ലോ. അപ്പൊ യൗവനവും നമുക്ക് സ്ഥിരമായിട്ട് നിൽക്കത്തില്ല. അപ്പൊ ജീവിതം നമുക്ക് ഒന്നും സ്ഥിരമില്ല. സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒന്നേ ഉള്ളൂ, ഭഗവാനെ ഭജിക്കുക, നമ്മുടെ കർമ്മം ചെയ്യുക. നന്ദി, നമസ്കാരം.